ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ഹോസ്പിറ്റലിൽ നിന്ന് മീനാക്ഷിയെ ആട്ടി ഓടിക്കുകയാണ് കാർത്തി. കണ്ടു പോകരുതെന്നെ, മേലാൽ എൻ്റെ മുന്നിൽ വന്നേക്കരുതെന്നും പറയുന്നുണ്ട്. പോകാൻ എന്നെ ദേഷ്യത്തോടെ കാർത്തി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയാണ് മീനാക്ഷി. അത്രയും പറഞ്ഞിട്ട് പോലും കാർത്തിക്ക് ദേഷ്യം അടക്കാനാകുന്നില്ല. ഇതെല്ലാം കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് മാലതി. ഇതേ സമയം രാജലക്ഷ്മിയും കുഞ്ഞിന് എന്താ പറ്റിയത് എന്നാലോചിച്ചിങ്ങനെ ടെൻഷനോടെ നിൽക്കുമായിരുന്നു. ജയറാമനും അവിടേക്ക് വരുന്നു. നന്ദിനി രാജലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, അമ്മേ, ഹോസ്പിറ്റലിലെ വിവരമൊന്നും അറിയാൻ വയ്യല്ലോ. ഗിരിയും അവിടേക്ക് വന്നു. അതേ മോളെ, ഞാനത് ആലോചിക്കുന്നത്. എന്നാ പിന്നെ ഞാൻ മീനാക്ഷി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് ഗിരി അങ്ങനെ ഫോൺ എടുക്കുകയാണ് മീനാക്ഷിയെ വിളിക്കാൻ. അപ്പോഴാണ് അവിടേക്കൊരു ഓട്ടോ വന്നത്. ജയറാമൻ ആ ഓട്ടോയിലേക്ക് നോക്കുന്നു. അമ്മേ, മീനാക്ഷി വന്നല്ലോ എന്ന് നന്ദിനി പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് മീനാക്ഷി അവിടേക്ക് വരുന്നത്. ഓട്ടോ കൂലി കൊടുത്തിട്ട് കരഞ്ഞുകൊണ്ട് മീനാക്ഷി അവിടേക്ക് വരുമ്പോൾ, മോളെ എന്താ പറ്റിയതെന്ന് ജയറാമൻ ചോദിക്കുന്നു. ജയറാമന് മുന്നിലും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മീനാക്ഷി നിൽക്കുന്നത്. ഒന്നുമില്ല അച്ഛാ, എല്ലാം എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മീനാക്ഷി അകത്തേക്ക് ഓടുന്നുണ്ട്. മീനാക്ഷി അകത്തേക്ക് വന്നപ്പോൾ, നീ കാര്യം പറ മോളെ എന്നൊക്കെ നന്ദിനിയും പറയുന്നു. ഒന്നും മിണ്ടാതെ തന്നെ മീനാക്ഷി അകത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. പിറകെ രാജലക്ഷ്മിയും ഗിരിയും നന്ദിനിയും ഓടി. ബെഡിലേക്ക് പോയി കമന്ന് കിടന്ന് കരയുകയാണ് വീണ്ടും മീനാക്ഷി. നന്ദിനിയും രാജലക്ഷ്മിയും അവിടേക്ക് വന്നു. എന്താ മോളെ, കരയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണ്ടേ, നീ കാര്യം തുറന്ന് പറ എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നുണ്ട്. ആദ്യമൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു മീനാക്ഷി. കുഞ്ഞിനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അതിനിടയിൽ ഗിരി ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് മീനാക്ഷിയും പറഞ്ഞു. എങ്കിൽ എന്താണ് കാര്യമെന്ന് ഒന്ന് പറയുന്നത് രാജലക്ഷ്മി വീണ്ടും പറയുന്നുണ്ട്. ജയറാമനും അവിടേക്ക് വന്നു. കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ഞാൻ ഒരിക്കലും ACPയുടെ ഭാര്യ ആവരുതായിരുന്നു. കുഞ്ഞിനോടുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും ACPക്ക് മനസ്സിലായിട്ടില്ല. കുഞ്ഞിൻ്റെ അസുഖത്തിന് കാരണക്കാരി ഞാനാണെന്നാ ACP പറയുന്നത്. എൻ്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെയാ ബോധ്യപ്പെടുത്തേണ്ടത്? ACP എന്നെ കരണത്തടിച്ചു എന്ന് കൂടി മീനാക്ഷി പറഞ്ഞപ്പോൾ അത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നും പറയുന്നു. ദേഷ്യത്തോടെ രാജലക്ഷ്മി നിൽക്കുകയാണ്. മോളെ, നീ കരയാതെ, ഞാൻ കാരണോ മീനാക്ഷിക്ക് ഈ വേദനയുണ്ടായത്. ഇതിൻ്റെ സത്യാവസ്ഥ കാർത്തി അറിയണം. അമ്മേ, ഞാൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവുകയാണെന്ന് പറഞ്ഞ് നന്ദിനി പോവുകയാണ്. നീ കരയാതിരി മോളെ, ഞാൻ അവളോട് ചോദിക്കാം എന്നൊക്കെ രാജലക്ഷ്മി മീനാക്ഷിയോട് പറയുന്നു. എല്ലാം കേട്ടുനിന്ന് ജയറാം പറയുന്നു, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണ്. എൻ്റെ മോളെ ഞാൻ ദേവിയോടൊപ്പം ഇവിടേക്ക് അയക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ മോള് ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾക്കെല്ലാം ഉത്തരവാദി ഞാനാണ്. എന്നെ ശിക്ഷിക്കേണ്ടതിന് പകരം എൻ്റെ ദൈവം, നീ എന്തിനാ ദൈവമേ എൻ്റെ മകളെ ശിക്ഷിക്കുന്നത്? ജയറാം, ഇവിടെ പാലിക്കേണ്ടത് കുറച്ച് സമചിത്തതയാണ്. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ മകളെ ആശ്വസിപ്പിക്കുകയല്ലേ, അതിനിടയിൽ എരുതിയിൽ എന്നെ ഒഴിക്കും പോലെ സംസാരിക്കരുത് എന്നൊക്കെ ഗിരി പറയുന്നുണ്ട്. രാജലക്ഷ്മി പറയുന്നു, അവനൊരു ഉത്തരവാദിത്തമുള്ള അച്ഛൻ വന്നിരിക്കുന്നു. ഇവൻ ഒറ്റൊരുത്തനായി തറവാട് തകർത്തത്. ഗിരി, അവനോട് എന്നെ കൺവെട്ടെന്ന് പോവാൻ പറ, അല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണം വിട്ടുപോകുമെന്നും ദേഷ്യത്തോടെ രാജലക്ഷ്മി പറയുന്നുണ്ട്. ഇത് കേട്ട് വീണ്ടും പൊട്ടിക്കരയുകയാണ് മീനാക്ഷി. മോള് കരയാതെ എനിക്ക് പറഞ്ഞ് രാജലക്ഷ്മി വീണ്ടും മീനാക്ഷിയെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന കാർത്തി മീനാക്ഷിയുടെ വാക്കുകൾ ഓർക്കുകയാണ്. പിന്നെ മീനാക്ഷി അടിച്ചതും കാർത്തി ഓർക്കുകയാണ്. അപ്പോഴാണ് നന്ദിനി അവിടേക്ക് വന്നത്. മോനെ കാർത്തി എന്ന് പറഞ്ഞപ്പോൾ കാർത്തി ദേഷ്യത്തോടെ വീണ്ടും നന്ദിനിയെ നോക്കുന്നു. എന്നെ ആരും വിളിക്കണ്ട, എനിക്ക് ആരുടെയും വിശദീകരണവും കേൾക്കണ്ട, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താണ്, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്നെ ചതിക്കുകയാണ് എന്ന് കാർത്തി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, എൻ്റെ മോനെ, നിന്നെ ഒരാൾ മാത്രമേ ഉള്ളൂ ചതിച്ചത്, അത് ആ മൈഥിലിയാണ്. അത് നിന്റെ വിധിയാണെന്ന് മാത്രം കരുതിയാൽ മതി. ബാക്കിയുള്ളവരെല്ലാം നിന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നവരാണ്. നിനക്ക് പലതും മനസ്സിലായിട്ടില്ല, അത് മനസ്സിലാവാത്തതാ നിന്റെ കുഴപ്പം. എല്ലാം മറന്ന് ഞാൻ മീനാക്ഷിയെ സ്നേഹിക്കാൻ തുടങ്ങിയതാ. അപ്പോൾ അവൾ വീണ്ടും എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു എന്നെ കാർത്തി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, ഇല്ല മോനെ, അവൾ നിന്നോട് ഒരിക്കലും വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല, അത് നിന്റെ ധാരണ പശകോ? ദേവമ്മ, മീനാക്ഷിയെ ന്യായീകരിക്കരുത്. അവള് എൻ്റെ ശത്രുവാണ്. എൻ്റെ മെന്റലി തകർത്ത് കളഞ്ഞവള ആ മൈഥിലി, എൻ്റെ ജീവിതം തകർത്തവള്. അവളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി എൻ്റെ കുഞ്ഞിന് പാല് കൊടുപ്പിച്ചത് ന്യായമാണെന്നാണോ ദേവമ്മ കരുതുന്നത്? അവള് മൈഥിലിയിലൂടെ എന്നോട് പ്രതികാരം വീട്ടുകയല്ലേ ചെയ്യുന്നത്? ഇത് കേട്ട് നന്ദിനി പറയുന്നു, ഒരിക്കലുമല്ല. മീനാക്ഷിയാണ് മൈഥിലിയെ ചെമ്പകമംഗലത്തേക്ക് വിളിച്ചു വരുത്തിയതെന്ന് മോനോട് ആരാ പറഞ്ഞത്? മീനാക്ഷി തന്നെയെന്ന് കാർത്തി. എന്നാൽ മീനാക്ഷി അല്ല അത് ചെയ്തത്. മറ്റുള്ളവർക്ക് വേണ്ടി ബലിയേടാവുന്നത് മീനാക്ഷിക്ക് ഒരു ശീലമാണല്ലോ. മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടിയാണ് മീനാക്ഷി ആ കുറ്റം സ്വയം ഏറ്റെടുത്തത്.
മാലതിയെ രക്ഷിക്കാനാണ് അവൾ തെറ്റുകാരിയായി മാറിയതെന്നും പറയുന്നു. മൈഥിലിയെ ചെമ്പകമംഗലത്തേക്ക് കയറാൻ കുഞ്ഞിനെ മുലയൂട്ടാൻ അവസരമുണ്ടാക്കിയതും മാലതിയാണ്. സത്യമാണോ ഈ പറയുന്നതെന്ന് കാർത്തി ചോദിക്കുന്നു. ഞാൻ പറയുന്നതാണ് മോനെ സത്യം. നീ ഈ അമ്മയെ വിശ്വസിക്കണം. വീട്ടിലെല്ലാവരും മറ്റെന്തോ ജോലികളിലായിരുന്നു. ആ തക്കം നോക്കിയ മാലതി മൈഥിലിയെ കുഞ്ഞിന്റെ മുറിയിലേക്ക് കയറ്റിയത്. അങ്ങനെ അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം നന്ദിനി തന്നെ കാർത്തിയോട് പറയുന്നു. അവിടെ നടന്നത് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നന്ദിനി എല്ലാ കാര്യങ്ങളും പറയുകയാണ് കാർത്തിയോട്. ഒടുവിൽ ആ മൈഥിലിയുടെ കണ്ണുനീര് മുന്നിൽ മീനാക്ഷി അലിഞ്ഞുപോയി. നിന്നോട് ആ നിമിഷം ആ സത്യം പറഞ്ഞാൽ നീ മൈഥിലിയെ കൊല്ലും. അതാണ് അവള് ഇത് പറയണ്ടെന്ന് കരുതിയത്. മൈഥിലിയെ വിളിച്ചു കയറ്റിയത് മാലതി അമ്മായിയാണെന്നുള്ള സത്യം എന്തുകൊണ്ട് മൈഥിലി പറഞ്ഞില്ല എന്ന് മീനാക്ഷി പറഞ്ഞില്ല എന്നൊക്കെ കാർത്തി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു അവള് പറയില്ല. അവള് തമാശ കാണിക്കും, പക്ഷേ കുടുംബം തകർക്കുന്ന ഒന്നും അവൾ ഒരിക്കലും ചെയ്യില്ല. ഇതിൽ കുടുംബം തകർക്കുന്ന എന്ത് കാര്യമാണ് മാലതി അമ്മായി ചെയ്തത് തെറ്റല്ലേ എന്ന് കാർത്തി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു തെറ്റാണ്. പക്ഷേ തൽക്കാലം നമ്മൾ മാലതിയോട് ഇപ്പോൾ ക്ഷമിച്ചേ പറ്റൂ. കാരണം ഈ സത്യം അമ്മ അറിഞ്ഞാൽ മാലതിയെ ചെമ്പകമംഗലത്ത് നിന്നും പുറത്താക്കും. ജഗദീഷ് അറിഞ്ഞാൽ മാലതിയെ കൊന്നു കളയും. ദയവായി എൻ്റെ പൊന്നുമോൻ ഇത് വീട്ടിൽ മറ്റാരോടും പറയരുത്. സത്യം അറിയാതെ ഞാൻ മീനാക്ഷിയെ തല്ലിയല്ലോ ദൈവമേ. ഞാനും മീനാക്ഷിയും സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കാണ്. ഈ മൈഥിലി വന്ന് എൻ്റെ കുഞ്ഞിനെ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്ന് കാർത്തി പറയുന്നു. ആ സമയം അതേ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മാലതി എവിടേക്ക് വന്നു. എന്നാൽ ദേഷ്യത്തോടെ കാർത്തി മാലതിയെ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൽ എന്തോ വശപ്പിശക്ക് തോന്നുകയാണ് മാലതിക്ക്. ഒന്നും പറയരുതെന്ന് നന്ദിനി കാർത്തിയോട് കണ്ണ് കാണിക്കുന്നു. മോനെ കാർത്തി വാ എന്ന് പറഞ്ഞ് നന്ദിനി കാർത്തിയെ കൂട്ടി പോകുന്നു. അങ്ങനെ അവരെ ചെമ്പകമംഗലത്തെത്തിക്കഴിഞ്ഞു. കാർത്തി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി കാർത്തിയോട് പറയുന്നു, നീ എന്തിനാ മീനാക്ഷിയോട് മോശമായി പെരുമാറിയത്? എന്തിനാ അവളെ തല്ലിയത്? എന്താടാ നിനക്ക് നാവില്ലേ എന്നൊക്കെ രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു, അത് എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായോ മുത്തശ്ശി. തോന്നുമ്പോ എടുത്തിട്ട് തല്ലാനേ അവിടെ ചെണ്ടയൊന്നുമല്ല. മേലാൽ എൻ്റെ കുഞ്ഞിനെ തൊട്ടാൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം എന്ന് രാജലക്ഷ്മി പറയുന്നു. അതെന്താ രാജലക്ഷ്മി അങ്ങനെ പറയുന്നത് എന്ന് കൈമൾ. ഇവനും നമ്മുടെ കുഞ്ഞല്ലേ എന്നും ചോദിക്കുന്നു. കൈമളേട്ടനും ഞാനും ഇവന്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാണെന്നുള്ള ബോധം ഇവനുണ്ടോ? പോട്ടെ രാജലക്ഷ്മി, പിള്ളേരല്ലേ. അവന്റെ ഭാര്യയെ ഒന്ന് തല്ലി, അത് തെറ്റായി പോയെന്ന് അവന് തിരിച്ചറിയുകയും ചെയ്തു. അവർ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യമേ അവര് പരിഹരിച്ചോളും. പ്രശ്നങ്ങൾ പരിധി വിടുമ്പോഴാണ് നമ്മൾ ഇടപെടേണ്ടത്. ദൈവമേ മീനാക്ഷി എവിടെയെന്ന് കാർത്തി ചോദിക്കുന്നു. അവള് ആ മുറിയിലുണ്ട് മോനെ എന്നും നന്ദിനി പറയുകയാണ്. അങ്ങനെ കാർത്തി മുറിയിലേക്ക് പോകുന്നുണ്ട്. മീനാക്ഷി ആ ബെഡിൽ കിടക്കുകയാണ്. കാർത്തി മുറിയിലേക്ക് വന്നു. വളരെ സങ്കടത്തോടെയും കുറ്റബോധത്തോടെയും മീനാക്ഷിയുടെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് കാർത്തി. മീനാക്ഷി ഒന്നും മയങ്ങിപ്പോയി. മീനാക്ഷിയുടെ തൊട്ടരികിലായിട്ട് കാർത്തി ഇരിക്കുന്നു. എന്ത് പറയണം, എങ്ങനെ വിളിക്കണം എന്നൊന്നും അറിയില്ല. പതിയെ മീനാക്ഷിയുടെ നെറ്റിയിൽ തൊട്ടു. പെട്ടെന്ന് ചാടി എണീറ്റുകൊണ്ട് മീനാക്ഷി പറയുന്നു, അരുത്, ഇനി എന്നെ ഒന്നും ചെയ്യരുത്. ക്ഷമിക്ക് മീനാക്ഷി, ഞാൻ നിന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് കാർത്തി മീനാക്ഷിയുടെ കാല് പിടിക്കുന്നുണ്ട്. എന്താണിത്, എന്നെ കാല് പിടിക്കല്ലേ എന്ന് പറഞ്ഞ് മീനാക്ഷി ചാടി എണീറ്റു. പെട്ടെന്ന് കാർത്തി മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ നിന്നെ തല്ലിപ്പോയി, മാപ്പ്, 1000 മാപ്പ്. ഇനി ഞാനത് ആവർത്തിക്കില്ല. മീനാക്ഷി ചോദിക്കുന്നു, ഞാൻ എൻ്റെ കുഞ്ഞിനോട് യാതൊരു സ്നേഹവുമില്ലാത്ത അമ്മയാണോ SCP? കുഞ്ഞിന് അസുഖം വന്നതിന് ഞാനാണോ തെറ്റുകാരി? മീനാക്ഷി, നീ തൽക്കാലത്തേക്ക് എല്ലാം മറക്ക്, കഴിഞ്ഞത് ഒരു ദുസ്വപ്നമായിട്ട് എല്ലാം മറക്ക് എന്നും പറഞ്ഞിട്ട് കാർത്തി വീണ്ടും പറയുന്നു, എനിക്ക് നല്ല സങ്കടമുണ്ട് നിന്നെ വേദനിപ്പിച്ചതിൽ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നീ എന്നോട് ക്ഷമിക്ക്. എന്നിട്ട് കാർത്തി മീനാക്ഷിയുടെ ആ കവിളിലേക്ക് ഇങ്ങനെ തൊടാൻ പോയപ്പോൾ പതിയെ കൈ മാറ്റുകയാണ് മീനാക്ഷി. കാരണം ആ കവിള് നന്നായി വേദനിക്കുന്നുണ്ട്. കവിള് ചുമന്ന് കിടക്കുകയാണ്. നീ വലതും കഴിച്ചു മീനാക്ഷി എന്ന് കാർത്തി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാൻ നിനക്ക് ആഹാരം എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് കാർത്തി ആഹാരം എടുക്കാൻ പോയപ്പോൾ മീനാക്ഷി പറയുന്നു, വേണ്ട SCP, വേണ്ട. എന്നാൽ അത് കേൾക്കാതെ കാർത്തി വീണ്ടും ഭക്ഷണം എടുക്കാനായി പോകുന്നു. ദൈവമേ, മീനാക്ഷിക്കുള്ള ആഹാരം എടുത്തു തരാമോ എന്ന് കാർത്തി നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നന്ദിനി പോവുകയാണ്. ഇതുവരെയായിട്ടും ഇത്രയും ഒരു സ്നേഹത്തോടെ ആയിട്ട് പോലും അവര് ആ വീടിന്റെ ആ നടുഭാഗത്തേക്കുള്ള ആ കയറഴിച്ച് മാറ്റാൻ തയ്യാറാവുന്നില്ല. നന്ദിനി ഭക്ഷണം എടുത്ത് കാർത്തിയുടെ കയ്യിൽ കൊടുത്തു. കാർത്തി ആ ഭക്ഷണവുമായി പോകുന്നുണ്ട്. മീനാക്ഷിയുടെ അടുത്തേക്ക് ഭക്ഷണവുമായി വന്നിരിക്കുകയാണ് കാർത്തി. മീനാക്ഷി, നീ ആഹാരം കഴിക്കുമെന്ന് പറയുന്നു, ഞാൻ നിനക്ക് വാരി തരാമെന്നും പറയുന്നു. അയ്യോ, അതൊന്നും വേണ്ടെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ അത് വേണം. ഇപ്പോൾ എൻ്റെ മോള് നീയാണ് മീനാക്ഷി കുട്ടി എന്നൊക്കെ പറഞ്ഞ സ്നേഹത്തോടെ കാർത്തി ഭക്ഷണം എടുക്കുകയാണ് മീനാക്ഷിക്ക് കൊടുക്കാൻ. മീനാക്ഷിക്ക് കാർത്തി തന്നെ ഭക്ഷണം വാരി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട SCP എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, കഴിക്കങ്ങോട്ട് കഴിക്കേ എന്ന് പറഞ്ഞിട്ട് കാർത്തി മീനാക്ഷിക്ക് ഇങ്ങനെ വാരി കൊടുക്കുകയും ചെയ്യുന്നു സ്നേഹത്തോടെ. മൈഥിലി വന്ന കാര്യം പറയാതിരുന്നതിന് SCP എനിക്ക് മാപ്പ് തരണമെന്ന് മീനാക്ഷി. ഒരു ചിരിയോടെ എല്ലാം കളഞ്ഞിട്ട് കാർത്തി വീണ്ടും ഭക്ഷണം വാരി കൊടുക്കുകയാണ് മീനാക്ഷിക്ക്. ഞാനൊരു താരാട്ട് കൂടി പാടി തരണോ എന്ന് കാർത്തി ചോദിച്ചപ്പോൾ അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് മീനാക്ഷി.
പിന്നെ രണ്ടുപേരും പഴയതുപോലെ സന്തോഷത്തിലായിരിക്കുന്നു. മതിയെന്ന് മീനാക്ഷി പറഞ്ഞിട്ടും നിർബന്ധിച്ച കാർത്തി വീണ്ടും ഭക്ഷണം മീനാക്ഷിക്ക് വാരിക്കൊടുക്കുകയാണ്. മീനാക്ഷി ഇങ്ങനെ കാർത്തിയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.